എൻ്റെ ഓഡിയോ ബുക്ക് കേൾക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ ലിസണേഴ്സിനും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. എൻ്റെ അവതരണത്തെ പറ്റിയിട്ടുള്ള വിമർശനങ്ങളും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് കഥയിലേക്ക് പോകാം. വർഷം 1999. ഞാനൊരാവശ്യത്തിന് തിരുവനന്തപുരത്ത് പോയി മടങ്ങുകയായിരുന്നു. എൻ്റെ സ്ഥലം മാവേലിക്കരയ്ക്ക് അടുത്താണ്. മാവേലിക്കരയിൽ നിന്നും 6 കിലോമീറ്റർ ദൂരം. ഞാൻ പഠിച്ചിരുന്നത് തിരുവനന്തപുരത്തായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ പഠനകാലഘട്ടം കഴിഞ്ഞ് ഏകദേശം 1 വർഷമായിട്ടുണ്ടാകും. കൂട്ടുകാരുടെ കൂടെ കൂടി നേരം പോയതിനാൽ തിരുവനന്തപുരത്ത് നിന്നും താമസിച്ചാണ് പുറപ്പെട്ടത്. ബസ്സിൽ കായംകുളം എത്തിയപ്പോൾ സമയം രാത്രി ഏകദേശം 12:30. കായംകുളത്ത് നിന്നും മാവേലിക്കര വരെ ഏകദേശം 10 കിലോമീറ്റർ ഉണ്ട്. രാത്രി ഗതാഗത സൗകര്യം ഒന്നുമില്ല. അന്ന് സ്വന്തം വരുമാനം ഒന്നുമില്ല. കയ്യിൽ കാശും കുറവ്. വിഷമത്തോടെ പതുക്കെ നടന്നു തുടങ്ങി. ഏതായാലും അധികം ചെല്ലുന്നതിന് മുൻപേ മാവേലിക്കരയ്ക്ക് പോകുന്ന ഒരു പച്ചക്കറി വാൻ കിട്ടി. അവർ എന്നെ മാവേലിക്കര റെയിൽവേ സ്റ്റേഷന് സമീപം ഇറക്കി. ഇനി ഒരു 6 കിലോമീറ്റർ നടക്കണം. റെയിൽവേ ട്രാക്കിൽ കൂടി നടന്നാൽ ഒരു 2 കിലോമീറ്റർ ലാഭിക്കാം. പക്ഷേ വഴി വിജനവും പാടത്തിന് നടുവിൽ കൂടിയുമൊക്കെയാണ്. പകലായിരുന്നുവെങ്കിൽ ഒന്നും ആലോചിക്കേണ്ടിയിരുന്നില്ല. ഇതിപ്പോൾ രാത്രി ഏകദേശം 2 മണി. ഏതായാലും ഞാൻ റെയിൽവേ ട്രാക്കിലൂടെ നടക്കുവാൻ തുടങ്ങി. നല്ല നിലാവുള്ളതിനാൽ കാഴ്ച പ്രശ്നമൊന്നുമില്ല. ഏകദേശം 1 കിലോമീറ്റർ പിന്നിട്ട് കാണും. എതിരെ ഒരു വെളിച്ചം വരുന്നത് കണ്ടു. വെളിച്ചമെന്നാൽ കനൽ ജ്വലിക്കുന്നത് പോലെ നല്ല ചുവപ്പ് നിറത്തിൽ കാണാം. ഏകദേശം നിലം പറ്റിയാണ് വരവ്. അല്പം കൂടി അടുത്തെത്തിയപ്പോൾ സംഗതി കുറെ കൂടി വ്യക്തമായി. ഏതാണ്ട് 2 അടി മാത്രം ഉയരമുള്ള ഒരു കറുത്ത മനുഷ്യൻ തലയിലൊരു ചട്ടി നിറയെ തീക്കനലുമായി എതിരെ വരുന്നു. കൂടെ ഒരു നായയുമുണ്ട്. അയാളേക്കാൾ ഉയരമുണ്ട് നായയ്ക്ക്. ഒരു കറുത്ത നായ. അടുത്തെത്തിയപ്പോൾ ഒഴിഞ്ഞു തരാൻ ഭാവമില്ലാത്തതുപോലെ അയാൾ എന്നെ തന്നെ നോക്കിക്കൊണ്ട് ട്രാക്കിൻ്റെ ഒത്ത നടുവിലായി നിന്നു. സാധാരണ അങ്ങനെ ഒരവസ്ഥയിൽ എന്നാലൊന്ന് നോക്കാമെന്ന മട്ടിൽ വാശി പിടിച്ച് മാറാതെ നിൽക്കുക എന്നതാണ് നമ്മുടെയും പതിവ്. എന്നാൽ എതിരെ വന്ന് സെറ്റപ്പും പട്ടിയുമൊക്കെ കൂടി കണ്ട് ദേഹത്ത് എങ്ങും മുട്ടണ്ട എന്ന് കരുതി ഞാൻ ഒഴിഞ്ഞു നിന്നു. അത് നന്നായെന്ന് പിന്നീട് മനസ്സിലായി. അയാൾ എന്നെ കടന്നുപോയി. അതുവരെ എൻ്റെ മനസ്സിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ അയാൾ പോയ ഉടനെ ഇതെന്തോ പന്തികേടാണല്ലോ എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ കയറിക്കൂടി. മനസ്സിൽ ചെറുതായി ഭയം കയറി തുടങ്ങി. ഞാൻ നടത്തത്തിന് വേഗത കൂട്ടി. വീണ്ടും ഏകദേശം 1 കിലോമീറ്റർ പിന്നിട്ട് കാണും. അല്പം മുന്നിലായി ട്രാക്കിന് സമീപം നിൽക്കുന്നൊരു മരം ശക്തിയായി ഉലയുന്നത് ഞാൻ കണ്ടു. ഭയം കൊണ്ടോ എന്തോ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ നിൽക്കാതെ വേഗം നടന്നു. ഞാൻ ആ മരത്തിനെ മറികടന്നതും എന്തോ ഒന്ന് ശക്തിയായി മരത്തിൽ നിന്ന് താഴേക്ക് ചാടി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മുൻപ് കണ്ട ആ മനുഷ്യനും നായയും എനിക്ക് പിന്നിലായി നിൽക്കുന്നു. തീച്ചട്ടി ഇപ്പോഴും തലയിൽ തന്നെയുണ്ട്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഓടി. അയാളും പിന്നാലെ ഓടി വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പെട്ടെന്ന് വീട്ടിൽ അപ്പൂപ്പനും മറ്റും പറഞ്ഞിട്ടുള്ളത് ഓർമ്മ വന്നു. ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് നെല്ല് വിളഞ്ഞു കിടക്കുന്ന പാടത്തിറങ്ങാൻ സാധിക്കില്ല എന്ന്. ഞാൻ കുടുംബക്ഷേത്രത്തിലെ ദേവിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇടതുവശത്തുള്ള വയലിലേക്ക് ചാടി. പെട്ടെന്ന് പിന്നാലെ വന്ന സാധനം എന്തോ എടുത്ത് എന്നെ എറിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. അതെൻ്റെ ചെവിക്കരികിലൂടെ മൂളിക്കൊണ്ട് കടന്നുപോയി. ഏതായാലും അന്ന് നേരം വെളുക്കുന്നത് വരെ ഞാൻ അവിടെ തന്നെ കിടന്നു. രാവിലെ ഞാൻ കിടന്നതിന് അല്പം മാറി നെല്ല് ചാഞ്ഞു കിടക്കുന്നത് കണ്ട് അവിടെ പരിശോധിച്ചപ്പോൾ ഏതോ മൃഗത്തിൻ്റെ കൊമ്പ് പോലെ ഒന്ന് കിടക്കുന്നത് കണ്ടു. അത് വെച്ചാണെന്ന് തോന്നുന്നു എന്നെ എറിഞ്ഞത്. ഞാൻ അതുമെടുത്ത് വീട്ടിൽ കൊണ്ടുപോന്നു.
വീടിന് പുറത്തായി ചെറിയൊരു വിറകുപുരയുണ്ട്. അതവിടെ ഒരു സൈഡിൽ കൊണ്ടുവച്ചു. നടന്ന സംഭവമൊന്നും ആരോടും പറഞ്ഞില്ല. ഇടയ്ക്ക് അമ്മയോ മറ്റോ ഇത് കണ്ടിട്ട് വൃത്തികെട്ട സാധനങ്ങൾ പെറുക്കി വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വഴക്കും പറഞ്ഞു. ഏതായാലും അതവിടെ തന്നെ ഇരുന്നു. ഈ സംഭവത്തിന് പിന്നീട് ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് ഒരു 5 വർഷം കഴിഞ്ഞാണ്. ഒരു ദിവസം രാവിലെ ഒരു മെലിഞ്ഞ കാഷായ വസ്ത്രധാരി ഭിക്ഷയ്ക്ക് വന്നു. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. സാധാരണ ഇങ്ങനെയുള്ളവരോട് എനിക്കൊരു പുച്ഛ മനോഭാവമാണ്. ഞാൻ കയ്യിൽ കിട്ടിയ കുറേ ചില്ലറയെടുത്ത് അയാൾക്ക് നേരെ നീട്ടി. പെട്ടെന്ന് അയാൾ പറഞ്ഞു, കുഞ്ഞേ, ഞാൻ ഇതിനല്ല വന്നത്. നീ ഇവിടെ ആവശ്യമില്ലാത്തൊരു വസ്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെനിക്ക് തന്നേരെ. അത് സൂക്ഷിക്കുന്നത് നിനക്ക് നല്ലതിനല്ല. ഞാൻ ആകെ അങ്കലാപ്പിലായി. അതെന്തു കുന്തമാണ് എന്ന് പുള്ളിയോട് തന്നെ ചോദിച്ചു. അദ്ദേഹം വീണ്ടും പറഞ്ഞു, അത് വീടിനുള്ളിലല്ല, പുറത്താണ്. കുഞ്ഞനുവദിച്ചാൽ ഞാൻ എടുത്തുകൊള്ളാമെന്ന്. ശരി, നടക്കട്ടെ എന്ന് ഞാൻ പറയുകയും അദ്ദേഹം നേരെ വിറകുപുരയിൽ ചെന്ന് മുൻപ് പറഞ്ഞ കൊമ്പ് എടുത്ത ശേഷം എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, അന്ന് രക്ഷപ്പെട്ടത് മോൻ്റെ മിടുക്കല്ല, മോനെ രക്ഷിച്ചതാ. ഞാൻ ആകെ പകച്ച് കുറേ നേരം നിന്നു. അയാൾ പെട്ടെന്ന് പോകുകയും ചെയ്തു. ഏതായാലും അമ്പരപ്പ് മാറിയപ്പോൾ ഞാൻ ബൈക്കുമെടുത്ത് പുള്ളി പോയ വഴിയേ വിട്ടുനോക്കി. കുറച്ചു ദൂരം പോയി നോക്കിയെങ്കിലും ആരെയും കണ്ടെത്താനാകാതെ ഞാൻ തിരികെ പോന്നു.